ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസുകളാണ്. എന്നാൽ സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ടേമാണ് ട്രാൻസാക്ഷൻ, ഇടപാട്. ഇടപാട് എന്നത് രണ്ട് ആളുകൾക്കിടയിൽ പണം, സാധനം, സേവനം എന്നിവയിലൂടെ കൈമാറ്റം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ് പ്രവർത്തനമാണ് ഇടപാട്. നെക്സ്റ്റ് വൺ ഈസ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ്. ഡെപ്റ്റേഴ്സ് എന്നത് ബിസിനസ്സിന് പണം നൽകേണ്ടവരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് പേയബിൾ, ബിസിനസ്സിന് കടം കൊടുക്കുന്നവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിന് പണം കൊടുക്കേണ്ടവരാണ് ക്രെഡിറ്റേഴ്സ്. ഇനിയുള്ളതാണ് അസറ്റ്. ബിസിനസ്സിൽ മൂല്യമുള്ള വസ്തുക്കളെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. പലതരം അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ഫിക്സഡ് അസറ്റ് തന്നെ പല ടൈപ്പും ഉണ്ട്. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നത്, ടച്ച് ചെയ്യാൻ പറ്റുന്നത്. എക്സാമ്പിളാണ് ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, ഇതൊക്കെ. പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് പറഞ്ഞാൽ നമുക്ക് കാണാനും പറ്റില്ല, തൊടാനും പറ്റില്ല, അങ്ങനെയുള്ള അസറ്റുകളാണ്. ഗുഡ് വിൽ, കോപ്പി റൈറ്റ്സ്, ഇതൊക്കെ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. പിന്നെ വേസ്റ്റിംഗ് അസറ്റ്. ഈ അസറ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ആവുന്നു. അതുപോലെ തന്നെ അസറ്റിൻ്റെ ഫിസിക്കൽ ഷേപ്പ് റെഡ്യൂസ് ആവുന്നു. ഇത്തരം അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ്. എക്സാമ്പിളാണ് ഓയിൽ വെൽസ്. പിന്നെയുള്ളതാണ് കറണ്ട് അസറ്റ്. ഒരു വർഷത്തിനുള്ളിൽ മാറിക്കൊണ്ടിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക്, ഇതൊക്കെ കറണ്ട് അസറ്റാണ്. പിന്നെ ലയബിലിറ്റി. ലയബിലിറ്റി പറഞ്ഞാൽ ബിസിനസ്സിനും മറ്റു ആളുകൾക്ക് നൽകിയ കടം അല്ലെങ്കിൽ തിരികെ നൽകേണ്ട തുകകൾ. ലയബിലിറ്റിയും ടു ടൈപ്സ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റിയും നോൺ കറണ്ട് ലയബിലിറ്റീസും. കറണ്ട് ലയബിലിറ്റി പറഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തിരികെ നൽകേണ്ട ബാധ്യതകളാണ്. യൂഷ്വലി ലെസ് ദാൻ 1 ഇയർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്രെഡിറ്റേഴ്സ്, ബിൽ പേയബിൾസ്, ഷോർട്ട് ടേം ലോൺസ്. ഇനിയുള്ളതാണ് നോൺ കറണ്ട് ലയബിലിറ്റി. ഒരു വർഷത്തിലധികം സമയത്തിനുള്ളിൽ അടയ്ക്കേണ്ട ദീർഘകാല ബാധ്യതകളെയാണ് നോൺ കറണ്ട് ലയബിലിറ്റീസ് പറയുന്നത്. എക്സാമ്പിൾ ലോങ് ടേം ലോൺസ് ഒക്കെ. അടുത്ത ടേമാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി എന്നൊക്കെ പറയാം. ബിസിനസ്സിൽ ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഫണ്ടിനെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. അതായത് ബിസിനസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഓണേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്. പിന്നെയുള്ളതാണ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്നത് വിൽക്കാനായി ബിസിനസ്സിൽ കൈവശം വെച്ചിരിക്കുന്ന ചരക്കുകൾ അല്ലെങ്കിൽ സാധനങ്ങളെയാണ് നമ്മൾ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഡ്രോയിങ്സ്. ഓണേഴ്സിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി പണമോ അല്ലെങ്കിൽ അസറ്റായിട്ടോ പിൻവലിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓണർ പണമായിട്ട് 5000 രൂപ ബിസിനസ്സിൽ നിന്ന് എടുക്കുക, അതിന് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.